എന്നോട് പറഞ്ഞേക്കെ ബാധ ചത്തുന്നു. ഇടത്തെ കൈയും ഇടത്തെ കാലും അത് കണ്ട് ചിരിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വരാം. സഹതപിക്കാനാണെങ്കിൽ ഒരു നായന്റെ മോൻ ഇങ്ങോട്ട് വേണ്ട. പടിഞ്ഞാറ്റ മുറിയില് കുപ്പിയുണ്ടാവും. ഒന്നിങ്ങനെ പോകും. ഇത്തിരി വെള്ളവും. പടിഞ്ഞാറ്റേന്നല്ല, ഈ വീട്ടിൽ എവിടെയും കുപ്പിയില്ല. ഇനി ഈ തൊടിയിൽ കള്ള് കയറ്റുന്ന കാര്യം പറയണ്ട, അത് നടക്കില്ല. ഒറ്റ ചവിട്ടേ വെച്ചാലും ചവിട്ടാലോ? ഓ, നേരെ നിന്നിട്ട് വേണ്ട ചവിട്ടാൻ. എനിക്കതറിയാല്ലേ അല്ലേ? എന്നോട് ദേഷ്യം തോന്നിയാലും താരില്ല. വൈദ്യർക്ക് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നേരാമണ്ണം പത്യം നോക്കിയാൽ ചികിത്സ കൊണ്ട് ഗുണമുണ്ടാവും. എന്നേക്ക് നടത്തുന്ന വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ എല്ലാവരും എന്നോട് കാരുണ്യം കാട്ടുകാരുന്നല്ലോ പരിചയ. പിതൃത്വം മറച്ചു വെച്ച് അമ്മ കരുത്തറക്കാതെ പാതയിൽ നിർത്തി ശേഖരൻ അല്പപ്രാണം തിരിച്ചു നൽകിക്കൊണ്ട് ഡോക്ടർമാർ കാരുണ്യം കൊണ്ട് കരട് കുത്തി പറിക്കുക. ഇതിനെല്ലാം ഞാൻ എന്ത് തെറ്റാ വാല്യം ചെയ്തത്? അതോ ഇതിൽ കൂടുതലാണോ ഞാൻ അർഹിക്കുന്നത്? എങ്കിൽ എനിക്ക് വലിയ വാര്യരെ ഇനിയൊന്നും നേരിടാനുള്ള കരുത്തെനിക്കില്ല. വാര്യരെ, എന്നിട്ടും താൻ എന്റെ കൂടെ ഇല്ലേ? ഇന്ന് വരെ ഞാൻ തന്നെ അന്യനായി കരുതിയിട്ടുണ്ടോ? ഒരു സുഹൃത്തിന്റെ കൂടപ്പിറപ്പിന്റെ സ്ഥാനം തനിക്ക് ഞാൻ തന്നിട്ടില്ലേ? തരാൻ മടിച്ചിട്ടുള്ള ഒരൊറ്റ അധികാരമേ ഉള്ളൂ, ഒരച്ഛന്റെ. പിഴച്ചു വിട്ട എന്നെ ഒരു നിമിഷം നിങ്ങൾക്ക് മകനായിട്ട് കാണാം. എന്നിട്ടൊരു അച്ഛന്റെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഒന്ന് സഹായിക്കാമോ? ഈ ജന്മം ഉപേക്ഷിക്കാൻ ഒരിത്തിരി വിഷം ഇല്ല. ഒന്ന് വേഗമാക്കണോ? തീർത്ത് വെക്കാൻ കപ്പാണാവുക. ഓ,